ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സ്മൂത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 റോബസ്റ്റ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 8 10 ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നമുക്കൊരു 12 ആൽമണ്ട്സ് ഇതുപോലെ സോക്ക് ചെയ്തെടുത്തത്, അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു റാഗി മിക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ആൽമണ്ട് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്മൂത്തീൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആൽമണ്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഗീൻ്റെ ആ ഒരു സ്മെല്ലൊന്നും മനസ്സിലാവാത്ത നല്ല അടിപൊളി സ്മൂത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. എല്ലാവരും ഈ റെസിപ്പി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്